ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും കിച്ചു സിമ്പിളിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഇന്നുണ്ടല്ലോ നിങ്ങളോടൊരു കാര്യം പറയാനാണ് വന്നത്. അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എടുക്കണ വേറെ ഒന്നുമല്ല, പാലും വെച്ചുള്ള ഒരു റെമഡിയാണ് കേട്ടോ. നമ്മുടെ ഫേസ് ക്ലീൻ ആക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ പാല് വെച്ചിട്ട് നമ്മുടെ മുഖം എങ്ങനെ ക്ലീൻ ആക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഇതേപോലെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ. ഞാൻ ഇതിലെടുത്തത് പാലും മഞ്ഞപ്പൊടിയുമാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇതിനകത്തേക്ക് ഞാൻ ഇതേപോലത്തെ ഒരു കോട്ടൺ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കോട്ടൺ ഇല്ല എന്നാണെങ്കിൽ ഒരു വൃത്തിയുള്ള തുണി എടുത്തിട്ട് എടുക്കുക. ഇത് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഞാൻ എന്താ പറയുക, വീട്ടിൽ കസ്തൂരി മഞ്ഞൾ പൊടിച്ച് വെച്ചാണ് കേട്ടോ അമ്മ. അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാതെ ഇതൊക്കെ ചെയ്യാൻ നോക്കുക. വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ നോക്കുക. അഥവാ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കസ്തൂരി മഞ്ഞളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കൂടുതൽ വീട്ടിൽ തന്നെ ഉള്ളതെങ്കിൽ ചെയ്യണുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഈ മുഖത്തേക്ക് ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഞാൻ ചെയ്ത് കൊടുത്തേക്കാണ്. മഞ്ഞപ്പൊടിയും കൊണ്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ മുഖത്തിൻ്റെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് നമ്മിനി വെക്കാം. വെച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക, തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിൽ മാക്സിമം കഴുകണം നല്ലത്. കാരണം ആ തണുത്ത വെള്ളത്തിൽ കൊണ്ട് മുഖം കഴുകുമ്പോൾ നമുക്കൊരു റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നല്ലതെന്നാണെങ്കിൽ പ്ലെയിനായിട്ട് ക്ലെൻസിങ് ആയിട്ട് നമുക്ക് ഈ മുഖത്ത് ഈ റെമഡി യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. പാലിൽ ജസ്റ്റ് കോട്ടൺ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തൊന്ന് ഇതാക്കാം. അതിന് ശേഷം ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള 2 കോട്ടൺ എടുത്തിട്ടുണ്ട്. അതിൽ പാലിൽ ജസ്റ്റ് ഞാൻ മുക്കിയെടുത്തേക്കണതാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ണിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടാവില്ല, ഉറക്കമൊക്കെ ഉറങ്ങാത്തവർക്ക്. അപ്പോൾ അവർക്കൊക്കെ പ്രോപ്പറായിട്ട് നല്ലതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ എവിടെയെങ്കിലും സമാധാനത്തിന് ഇങ്ങനെ കിടക്കുക. ആഴ്ചയിൽ 2-3 പ്രാവശ്യം നമ്മൾ ചെയ്താൽ നമുക്ക് മുഖത്ത് നല്ല വ്യത്യാസം ഉണ്ടാവും. ഞാൻ